ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞായറാഴ്ചയാണ്, ഓഗസ്റ്റ് മാസം 24-ാം തീയതിയാണ്. ഇന്നലെ നമ്മൾ പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? അത് സങ്കീർത്തന പുസ്തകം 119-ാം അധ്യായം 105-ാമത്തെ വചനമായി. 119-ാം അധ്യായം 105-ാമത്തെ വചനം. ദ ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ 119, 105. ഇതായിരുന്നു നമ്മൾ പഠിച്ച വചനം. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. നേരായ പാതയിൽ ചരിക്കാൻ വചനം നമ്മെ സഹായിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യമാണ്. ദ ഗോസ്പൽ ഓഫ് സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 14 verse 23. അതിങ്ങനെയാണ് പറയുന്നത്: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. Whoever loves me will keep my word, and my Father will love him, and we will come to him and make our dwelling with him. Whoever loves me, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എപ്പോഴാണ് നമുക്ക് വചനം പാലിക്കാൻ പറ്റിയ? വചനം പാലിക്കുക എന്ന് പറഞ്ഞാൽ അവനെ സ്നേഹിച്ചാൽ, അവനെ സ്നേഹിക്കുന്ന എല്ലാവരും അവൻ്റെ വചനം പാലിക്കും. നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ ഏലിയായും ബാലിൻ്റെ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട്. അവരെ എല്ലാം അടുത്ത് വിളിച്ച് ബാലാണോ യഥാർത്ഥ ദൈവം, അല്ലെങ്കിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നമ്മുടെ ദൈവമാണോ യഥാർത്ഥ ദൈവം എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു സംഭവം. അത് 18-ാം വാക്യം തൊട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അവരെ അടുത്ത് വിളിക്കുന്നതും ബാലിൻ്റെ പ്രവാചകന്മാരോട് നിങ്ങളുടെ പൂജ ചെയ്യുക, നിങ്ങളുടെ ബലി അർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാതെ പിന്നീട് 30-ാം വാക്യത്തിലേക്ക് വരുന്ന ഒരു ഭാഗമുണ്ട്. ആ 30-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളെല്ലാവരും അടുത്ത് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ഏലിയ കർത്താവിൻ്റെ തകർന്ന് കിടന്നിരുന്ന ബലിപീഠം കേടുപോക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ ഒരു വാക്ക് മാത്രം എടുക്കുകയാണ്. ആ ഒരു വാക്യം, കർത്താവിൻ്റെ തകർന്ന് കിടന്നിരുന്ന ബലിപീഠം കേടുപോക്കി. ഇവിടെ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ആ സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമുണ്ട്: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. കർത്താവിൻ്റെ തകർന്ന് കിടക്കുന്ന ബലിപീഠം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ തകർന്ന് കിടക്കുന്ന ബലിപീഠം കാരണം സ്നേഹരാഹിത്യം ഇന്ന് ഏറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്കറിയില്ല. ഒരാളെ സ്നേഹിക്കുമ്പോഴാണ്, ഇപ്പം എന്നെ സ്നേഹിക്കുന്ന ഒരാൾ എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഞാനത് ചെയ്യും, അല്ലേ? അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ ആ ബന്ധത്തിൻ്റെ ഒരളവ് ആഴത്തിലുള്ളതാണെന്ന്. പക്ഷേ കർത്താവിൻ്റെ വചനം പാലിക്കാനായിട്ട് നമുക്ക് പറ്റാത്തത് കർത്താവിനെ സ്നേഹിക്കാത്തത് കൊണ്ടാണ്. തകർന്നു കിടക്കുന്ന നമ്മുടെ ബലിപീഠങ്ങൾ, കാരണം ഹൃദയമാണ് സ്നേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പം നമ്മുടെ തകർന്നു കിടക്കുന്ന ബലിപീഠങ്ങൾ കേടുപോക്കണം. നമ്മുടെ ഹൃദയ ബന്ധങ്ങളുടെ മറ്റുള്ളവരുമായി നമ്മുടെ ബന്ധങ്ങളുടെ ആ ആഴം ഒന്നുകൂടെ അടുപ്പിക്കുവാനായിട്ട് കേടുപോക്കേണ്ടത് കേടുപോക്കി കർത്താവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ കർത്താവിനെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കാനും സ്നേഹത്തിൻ്റെ വലിയ ഒരു ആഴത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ കേടുപോക്കണം. നമ്മുടെ ഹൃദയം തകർന്നു കിടക്കുന്ന ബലിപീഠത്തിൻ്റെ കേടുപോക്കണം. ആഴത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കണം. അതുവഴി നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റും. കർത്താവിനെ സ്നേഹിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബാക്കിയെല്ലാം, അതായത് എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ദൈവം നമ്മളെ സ്നേഹിക്കാൻ ഇടയാക്കും. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവൻ്റെ ഉള്ളിൽ വാസം ചെയ്യും. അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, ത്രിത്വൈക ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ എന്താ ഭയപ്പെടേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? നമുക്ക് ആഗ്രഹിക്കാം തകർന്നു കിടക്കുന്ന ബലിപീഠങ്ങൾ കേടുപോക്കുവാനായിട്ട്. May God bless you. Amen.